ജീവിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, നമ്മൾ നെഞ്ചിലേറ്റിയ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും ഒപ്പം തന്നെ നഴ്സും ബിഗ് ബോസ് താരവും ബാറുകളുടെ അംബാസഡറും ബാർ ഡാൻസറും സ്റ്റേജ് സിംഗറും നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ രേണു സുധി കഴിഞ്ഞ ദിവസം നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കാലുകുത്തിയായിരുന്നു. താരത്തെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകർ, അതുമല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ഇൻവെസ്റ്റിഗേഷൻ താരവുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. താരം വളരെ കൂളായി എത്തുന്നതാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഏറെ ദുഃഖകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേ, ഏറെ ഞെട്ടലുളവാക്കുന്ന ചില സംഭവങ്ങൾ താരത്തിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നു. അതേ, സുതിലയം എന്ന താരം വലിയ ആഗ്രഹത്തിൽ പണി കഴിപ്പിച്ച തന്റെ സുതിലയത്തിൽ നിന്നും താരം പടിയിറങ്ങാൻ പോകുന്നു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു. സുതിലയം ഇനി കിച്ചുവിന് മാത്രമായി തീരെഴുതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. താരം മറ്റൊരു വാടക വീട്ടിൽ അല്ലെങ്കിൽ ഫ്ളാറ്റിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഉണ്ടായത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. രേണു ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു, കിച്ചുവിനെ അവനെ ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ടോ? അപ്പം ഈ കഴിഞ്ഞ വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചോണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാനായി കിട്ടെ. എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പീഡനക്കാരി. എന്നോട് ആരോടൊക്കെ ചോദിച്ചു വല്ല അറിയാൻ, ഞാൻ എനിക്കറിയില്ല. അവനങ്ങനെ തെറ്റ് ചെയ്യാണ്ട് അവനങ്ങനെ പറയൂ. കാരണം ഇങ്ങനെ ചിലപ്പോൾ എനിക്കെതിരെ ഇങ്ങനെ ആരോപണം വരാം എന്നവൻ പറയണമെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ല. അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം തന്റെ വളർത്തുമകനായ കിച്ചുവിനെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. കിച്ചു എന്ന് പറയുന്ന ഒരു പഹയൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, തന്റെ അമ്മ നല്ലൊരു അമ്മയായിരുന്നില്ല, ഒരു കള്ള പടുവിയായിരുന്നു എന്ന തരത്തിലുള്ള വലിയ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം കിച്ചു നടത്തിയിരുന്നു. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള തീരുമാനം കിച്ചുവിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ, ഓന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല, ഓനിക്ക് സുതിലയം എന്ന് പറയുന്ന ഒരു ഭവനം പൂർണ്ണമായും നൽകുന്ന അവസ്ഥയിലേക്ക് പോയി എന്ന് വേണം അറിയാൻ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെ തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചുപോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്തും തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചുപോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെയായി. അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. ഇപ്പൊ അതിനകത്ത് വിയോജിപ്പോ കാര്യങ്ങളോ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചതെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തിയത്, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ലഹരി ഉപയോഗിക്കുന്ന കാര്യം അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ല. അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതെ. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്? സ്വന്തം മക്കള് എന്ത് ചെയ്താൽ ചെയ്തില്ല നമുക്ക് അങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും തോന്നുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എന്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ താരത്തിന് കിച്ചുവിന്റെ വെളിപ്പെടുത്തലിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഷമത്തിലേക്ക് താരം പോയിരിക്കുന്നു. താരത്തിന്റെ മാത്രമല്ല തങ്കച്ചൻചേട്ടന്റെ മാനസികാവസ്ഥ ഇവിടെ തള്ളിക്കളയാനാവില്ല. അദ്ദേഹം അന്ന് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും. അതുപോലെ എന്താ പറഞ്ഞ, ഞാൻ ഉള്ളുകൊണ്ട് പറയാ, പറഞ്ഞു പോയല്ല, വളരെ നന്ദി ആൾക്ക് കൊടുക്കുമ്പോൾ അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. അത് വളരെ നന്ദിപൂർവ്വം സ്വീകരിച്ച് വളരെ ഭംഗിയായി വളരെ സന്തോഷപൂർവ്വം ചുരണ്ടിയിളക്കി താമസിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീട് കിച്ചുവിന് വേണ്ടി കൊടുത്തതിന് ശേഷം എല്ലാവരും പടിയിറങ്ങുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രമുഖ നടി ഒരു പിക്ചർ പങ്കുവച്ചിരുന്നു. പട്ടിയുമൊത്ത് താനൊരു വലിയ ഡോബർമാൻ ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുമൊത്തിരിക്കുന്ന ആ
കുട്ടിയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാകുന്നു. അതായത് താനൊരു പക്ഷേ തന്റെ വളർത്തുമകൻ കിച്ചുവിനെ സ്നേഹിച്ചതിന് പകരമായി ആ ഒരു പട്ടിക്കുട്ടനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തനിക്ക് സുതിലയത്തിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. താരം ഒരിക്കൽ പോലും ഇതുപോലൊരവസ്ഥ സ്വപ്നം കണ്ടു കാണില്ല. ശ്രദ്ധിക്കുക, താരത്തിന്റെ ആരാധകർ അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളിൽ അധികവും അതായത് പട്ടി കാണിക്കുന്ന നന്ദി പോലും കിച്ച് കാണിച്ചില്ല എന്നുള്ള പരാമർശമാണ്. പരോക്ഷമായി കിച്ചുവിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനുള്ളൊരു ശ്രമമാണ് താരം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, താരം എയർപോർട്ടിൽ വന്നപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകളിലും താരത്തെ വാനോളം പുകഴ്ത്തുന്ന അതായത് തന്നെ തള്ളി പറഞ്ഞിട്ടുകൂടി ആ ഒരു മകനെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ആ ഒരു സ്നേഹനിധിയുടെ പര്യായമായ ഒരു അമ്മയായി നമ്മുടെ പ്രമുഖ താരം രേണു സുധിയെ ആരാധകർ വാഴ്ത്തിപ്പാടുന്ന കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഉത്തമ അമ്മയായി തന്റെ ഋതപ്പനെയും കിച്ചുവിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് സ്നേഹിച്ച് അതേ മറ്റുള്ള എല്ലാ സുഖലോലുവയും ത്യജിച്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച ഒരമ്മയ്ക്ക് വീടൊഴിഞ്ഞു കൊടുക്കേണ്ട ഏറെ ദുഃഖകരമായ അവസ്ഥ വന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇതിനോടകം തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു. എന്താ നിരവധി ആളുകൾ, താരത്തിന്റെ ഹേറ്റേഴ്സായ നിരവധി ആളുകൾ പലകുറി ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു സുതിലയത്തിൽ നിന്നും താരം മാറിക്കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. സുതിലയം കിച്ചുവിന് സ്വന്തമായി തീരെഴുതി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.